ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ടിപ്പാണ് കാണിക്കുന്നത്. തയ്ക്കുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മളിന്ന് ബട്ടൺ ഹോൾ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനറിയാം. നമ്മൾ ബട്ടൺ ഹോൾ ഫൂട്ട് വെച്ചാണ് അത് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ടിപ്പാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെന്ന്. എനിക്ക് തോന്നുന്നു നിങ്ങളിത് ആദ്യമായിട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. മലയാളത്തിൽ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കതിന് വേണ്ടിയിട്ട് 2 പീസ് ഓഫ് ഫാബ്രിക്കാണ് എടുക്കേണ്ടത്. നമ്മൾ തയ്ക്കുന്ന മെറ്റീരിയൽ, ഡ്രസ്സിൻ്റെ മെറ്റീരിയലിൽ നിന്ന് 2 പീസ് ഫാബ്രിക് നമ്മൾ എടുക്കണം. 1.25 ഇഞ്ച് വിട്ടുള്ള 2 പീസ് ഫാബ്രിക്, നമ്മുടെ ടോപ്പിൻ്റെ ആണെങ്കിലും ഷർട്ടിൻ്റെ ആണെങ്കിലും ഫുൾ ലെങ്ത്തിലുള്ള 2 പീസ് ഫാബ്രിക് നമ്മൾ എടുക്കുക. ഞാനിവിടെ കട്ട് പീസിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടോപ്പിൻ്റെയോ ഷർട്ടിൻ്റെയോ ഫുൾ ലെങ്ത്തിൽ 1.25 ഇഞ്ച് വിട്ടിലുള്ള 2 പീസ് ഫാബ്രിക് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബട്ടൺസിന് വിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫാബ്രിക് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി അത് 2 പീസസും നടുവേ മടക്കി അയൺ ചെയ്തിട്ടെടുക്കണം. നിങ്ങൾ അയൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നടുവേ മടക്കി കൈവച്ച് പ്രസ് ചെയ്തിട്ടെടുത്താലും മതി. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു മടക്ക് വന്ന ഭാഗമില്ലേ, ആ ഒരു പോയിൻ്റ്, ആ ഭാഗത്ത് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ എടുത്തേക്കുന്ന ബട്ടൺസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 3/4 ഇഞ്ചാണ്. ഇതൊരു വലിയ ബട്ടൺസാണ്. സാധാരണ നമ്മൾ എടുക്കുന്ന ബട്ടൺസിനൊക്കെ ഒരു 1/2 ഇഞ്ച് വീതിയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് വച്ചേക്കുന്ന ഫാബ്രിക്കിൽ അറ്റത്ത് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് ലൈന് വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ബട്ടൺസ് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ബട്ടൺസിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിൽ കാണുന്ന പോലെ തന്നെ താഴത്തേക്ക് പിന്നെയും ഒരു 3 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 3 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. ഒരു ബട്ടണും മറ്റേ ബട്ടണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം, കുറവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 3 ഇഞ്ച് കൊടുത്തന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ നിങ്ങളെടുത്തേക്കുന്ന കട്ട് ഫാബ്രിക്കിൽ ഫുൾ ലെങ്ത്തിൽ ഇത് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മളെടുത്തേക്കുന്ന മറ്റേ ഫാബ്രിക്കും ഈ മാർക്ക് ചെയ്ത് വെച്ച ഫാബ്രിക്കും കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിൻ കുത്തി വെച്ച് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈന് വരച്ചില്ലേ, ആ ലൈനിലേക്ക് ആ 2 പോയിൻറ്റിൻ്റെയും ഇടയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഒന്ന് ബാക്ക് സ്റ്റിച്ച് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാസ്റ്റ് കളറിലുള്ള ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു ബട്ടൻ്റെ ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, ബാക്കി ഏരിയയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ 2ൻ്റെയും അറ്റത്ത് പിടിച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ മാത്രമേ ജോയിൻ്റ് കൊടുത്തിട്ട് ബാക്കി 2 സൈഡിലേക്കും നമ്മൾ തുറന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത് നിന്ന് 2ഉം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് 2 സൈഡിലേക്കും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. വളരെ സിമ്പിളാണ് കേട്ടോ. കാണുമ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിതൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ ബിഗിനേഴ്സിനും എല്ലാവർക്കും
സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറേ ടിപ്സും കാര്യങ്ങളും നമ്മൾ തയ്ച്ച് വയ്ക്കുന്ന പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാനുള്ള ടിപ്സൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചെന്നൊന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ നമ്മൾ പുതിയ വീഡിയോസ് ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 സൈഡിലേക്ക് നമ്മൾ ആക്കിയ ഫാബ്രിക്കിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു സൈഡാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ സാധാരണ ഫാബ്രിക്കിൻ്റെ അറ്റം സ്റ്റിച്ച് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ 2 ഫാബ്രിക്കുകളും മടക്കി അയൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ അയൺ ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു മെത്തേഡ് നമ്മൾ പെർഫെക്റ്റായിട്ട് ഫുൾ ലെങ്ത്തിലേക്കൊക്കെ നമ്മുടെ സീം സ്റ്റിച്ച് ചെയ്യാനുള്ള ടിപ്പും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ ചെന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്തിട്ട് കൊടുക്കാം. ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത പോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അയൺ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പിന്ന് വെച്ച് സെക്യൂർ ചെയ്താലും മതി. നമ്മളിപ്പോൾ അയൺ ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക്കിലേക്ക് ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കോൺട്രാസ്റ്റ് കളർ, അതായത് 2 ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും സെയിം കളർ ആയിരിക്കുമല്ലോ. ഈ ഒരു ബ്ലാക്ക് ഫാബ്രിക് നമ്മുടെ ഷർട്ടിൻ്റെയോ ടോപ്പിൻ്റെയോ മെയിൻ പാർട്ടാണ്, ബോഡി പാർട്ടാണ്. അതിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചത് ഒന്ന് അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് ചേർത്ത് വെക്കണം കേട്ടോ. ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. മറ്റേ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ബട്ടൺ ഹോള് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും മെഷീനിൽ ഫൂട്ട് വെച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇറഗുലറായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ബട്ടൺ ഹോൾ കിട്ടും. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡും കൂടെയാണ് ഇത്. നമ്മൾ മെഷീൻ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ത്രെഡ് നിപ്പർ വെച്ച് കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ചില സമയത്ത് ബിഗിനേഴ്സിനൊക്കെ ത്രെഡും കൂടെ പൊട്ടിപ്പോയിട്ട് ഫുള്ളായിട്ട് അത് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ കണ്ടോ, നല്ല നീറ്റിൽ തന്നെ കിട്ടും. ബട്ടൺസിൻ്റെ സൈസിലും ആ ബട്ടൺ ഹോളിൻ്റെ അളവിലും വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. എല്ലാ ബട്ടൺ ഹോളും ഒരേപോലെ നിങ്ങൾക്ക് ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറമേ കാണുമ്പോഴാണെങ്കിലും നല്ല നീറ്റിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതേവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വേറെ മലയാളം ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.